ഹേമചന്ദ്രൻ വധക്കേസിലെ മുഖ്യപ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയെന്ന് കരുതുന്ന വീട്ടിലെത്തിയാണ് തെളിവെടുപ്പ് നടക്കുന്നത്. മുഖ്യപ്രതി നൌഷാദുമായാണ് തെളിവെടുപ്പ്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, കഴിഞ്ഞ ദിവസമാണ് നൌഷാദിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തത്. വിദേശത്തായിരുന്നു നൌഷാദ്. അതിനിടെ ഒരു വീഡിയോ നൌഷാദ് പുറത്ത് വിട്ടിരുന്നു. അതിൽ ഈ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു, പക്ഷേ മൃതദേഹം ഞങ്ങൾ കുഴിച്ചിടുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അന്വേഷണം ഏത് നിലയ്ക്ക് എത്തിയിരിക്കുന്നു? നൌഷാദിൽ നിന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ? കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും തെളിവെടുപ്പ് നടക്കുകയാണ്. ബത്തേരിയിൽ എത്തിച്ചാണ് നൌഷാദിനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നൌഷാദിന്റെ തൊട്ടിപ്പുറത്തുള്ള തന്നെയുള്ള ഒരു വീട്ടിൽ വെച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് നൌഷാദ് പോലീസിന് മൊഴി നൽകിയത്. അതിൻ പ്രകാരമാണ് മെഡിക്കൽ കോളേജ് പോലീസ് നൌഷാദിനെ കൊണ്ട് വയനാട്ടിലെ ബത്തേരിയിലെത്തി ഈ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിൽ പല കാര്യങ്ങളും നൌഷാദ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും. മാത്രമല്ല, നൌഷാദിനൊപ്പം ഈ വീട്ടിൽ മാത്രമല്ല മുത്തങ്ങ അല്ലെങ്കിൽ ഈ വയനാട് തമിഴ്നാട് അതിർത്തിയുള്ള ഗ്രാമങ്ങൾ ഇവിടെയൊക്കെ ചെന്ന് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ വയനാട് അതിർത്തിയോട് ചേർന്നാണ് ഇത്തരത്തിൽ നൌഷാദ ഈ ഹേമചന്ദ്രനെ ഈ നൌഷാദ് സംഘവും ഹേമചന്ദ്രനെ കൊലപ്പെടുത്തുകയും കുഴിച്ചിടുകയും ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായ അന്വേഷണത്തിലും നിഗമനത്തിലും ഈ ഹേമചന്ദ്രന്റെ ശരീരത്തിൽ ഇടികൊണ്ട പാടുണ്ട്, ചതവുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നൌഷാദ് നമ്മളോട് പറഞ്ഞത് ഇപ്രകാരമാണ്. തങ്ങൾ അതായത് ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പറഞ്ഞത് ഇപ്രകാരമാണ്: തങ്ങൾ കൊന്നിട്ടില്ല, ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതായത് ഈ വീട്ടിൽ കൊണ്ട് തങ്ങൾ താമസിപ്പിച്ചു, ഈ ഹേമചന്ദ്രനെ താമസിപ്പിച്ചു. പലർക്കും ആ പണം കൊടുക്കാനുണ്ട്, തങ്ങൾക്കും പണം തരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുകയും പിന്നീട് രാവിലെ നോക്കിയപ്പോൾ ഇയാൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഫേസ്ബുക്ക് ലൈവ്. പക്ഷേ പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല. നൌഷാദ് പക്ഷേ വിദേശത്തായതുകൊണ്ട്, UAE ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പിന്നീട് കൂടുതൽ തെളിവെടുപ്പ് നടത്താൻ പോലീസ് സാധിച്ചില്ല. തുടർന്നാണ് പിന്നീട് നൌഷാദിനെ ഈ രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക് എത്തിക്കുകയും പിന്നീട് കഴിഞ്ഞ ദിവസം കോഴിക്കോടേക്ക് എത്തിക്കുകയും ഇന്ന് കോഴിക്കോട് നിന്നും വയനാട്ടിൽ എത്തിക്കുകയും ചെയ്ത്. ഇതിനകത്ത് തന്നെയും വയനാട്ടിൽ നൌഷാദിന്റെ വീടുണ്ട്. ആ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ്, അതായത് ആൾതാമസമില്ലാത്ത വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയത്. അല്പസമയത്തിനകം തന്നെ ഇത്തരത്തിൽ ഈ നൌഷാദിനെയും കൊണ്ട് പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് മറ്റ് സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്താൻ പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിനന്ദ്യ. ഹേമചന്ദ്രൻ വധക്കേസിലെ മുഖ്യപ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയെന്ന് കരുതുന്ന വീട്ടിലെത്തിയാണ് തെളിവെടുപ്പ് നടക്കുന്നത്. മുഖ്യപ്രതി നൌഷാദുമായാണ് തെളിവെടുപ്പ്. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.